താരെ ധനീഷ് മീൻ മേടിച്ചിട്ടുണ്ട് വയനാട്. അമ്മച്ചേ എന്തോ അയിലേം മേടിച്ചിട്ട് ചെമ്മീനും മേടിച്ചിട്ടുണ്ട്. അത് ചെമ്മീൻ മേടിച്ചാ? അത് ശരി. അമ്മച്ചി അല്ലടാ, താര എന്നാ വിളിക്കേണ്ടത്. ഞാൻ അമ്മച്ചി എന്നല്ലേ വിളിക്കുള്ളൂ. എന്നെ താരനെ അപ്പിച്ചേക്കണം. അപ്പൊ താരാ എന്ന് വിളിക്കണം. ചട്ടിയൊക്കെ എടുത്ത് വെച്ചോ. താര ക്യാമറ പിടിക്കണേട്ടാ, താരനെ അന്വേഷിക്കണ്ട. അമ്മച്ചേ അയില വെട്ടിയാ മേടിച്ചേക്കണം, പേടിക്കണ്ട. നല്ല കാര്യം. ചെമ്മീനാ? ചെമ്മീൻ വെട്ടിയിട്ടൊന്നുമില്ല, ചെമ്മീൻ കിള്ളി തന്നില്ല അവര്. വലിയ ചെമ്മീനാ. എന്നാ ആകട്ടെ. അമ്മച്ചി അയിലൊക്കെ എന്തോലെ ഉണ്ടാവും ഇപ്പൊ? അയിലൊക്കെ ഇപ്പൊ എനിക്ക് വരുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും ഗസ് ഇപ്പൊ 400 രൂപ ഉണ്ട് കിലോത്തിന്. കറക്റ്റല്ല. ഇതെങ്ങനെ ഓടിച്ചത്? 400 ഇല്ല, 380. ഫ്രഷ് അയിലാണ്ടാ. നല്ല അയില കഴിഞ്ഞ പ്രാവശ്യത്തെ ചീവായിരുന്നു. ഇത് തിളപ്പിക്കാം നമുക്ക്. തിളപ്പിച്ചാൽ മതി. താര അയില പൊരിച്ചതിനുള്ളൂ. അയില പൊരിച്ചത് ഇരിപ്പുണ്ട് താരയുടെ. അന്ന് മേടിച്ചതല്ലേ? അപ്പൊ താരക്ക് മേടിച്ചേക്കണ കൊഞ്ചു മേടിച്ചിട്ടുണ്ട് ചെമ്മീൻ. താര ക്യാമറമാൻ എത്തിയാണ്ടാ ചിരിച്ചിട്ടിരിക്കണ അവിടെ. അപ്പൊ നമുക്ക് സെറ്റാക്കിയാലോ? അപ്പൊ ഇന്ന് നൈറ്റ് കുക്കിംഗ് ആണ് കേട്ടോ. ഒരുപാട് തവണ ഞങ്ങളുടെ കുക്കിംഗ് കാണിച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഞങ്ങളുടെ കുക്കിംഗ് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യണേ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാണിക്കണേ. അതുകൊണ്ട് വീണ്ടും കാണിക്കണേ. ഞങ്ങൾ നിർത്തുന്നില്ല, വീഡിയോ നിർത്തുന്നില്ല. കണ്ടോ? അപ്പൊ ബോറടിക്കുന്ന ആൾക്കാർ കാണണ്ട, ബോറടിക്കാത്ത ആൾക്കാർ കണ്ടാ മതി. അമ്മച്ചി എന്ത് കറിയാ വെച്ചേക്കണ? പാവക്ക, പിന്നെ ചേമ്പ് കറി. എവിടെ? ചേമ്പ് ചെറിയ കൂട്ടുള്ളതുകൊണ്ട് കുറച്ച് വെച്ച്. ചേമ്പ്, അതായത് കണ്ടിച്ചേമ്പാണ്, താളിക്കാനുണ്ട്. പിന്നെ ഉള്ളത് പാവക്ക. ഉച്ചക്ക് ഇതും കൊണ്ട് ഞാൻ കറി ചോറ് ചെയ്യുന്നേട്ടാ. ഇതുണ്ട് അമ്മച്ചിയുടെ ഒരു പ്രത്യേക കറിയാണിത്. അയില കാണിക്കാം. അയിലക്ക് മുമ്പ് തന്നെ നമുക്കേ ചെമ്മീൻ കാണിക്കാം. ചെമ്മീൻ സിനിമയല്ല കേട്ടോ, ചെമ്മീൻ. അവിടെ കൊഞ്ചിടാൻ പോണ്ടാ. കൊഞ്ചല്ലേന്ന് പറയില്ലേ? വെള്ളച്ചെമ്മീന, നാരൻ ചെമ്മീൻ. എങ്ങനെയുണ്ട് താര? സൂപ്പർ അല്ലേ? ഈ താരക്ക് വേണ്ടി മേടിച്ചേക്കണ. ഞങ്ങൾ അയില കഴിക്കും. അപ്പൊ അയില എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അയില നാരൻ ചെമ്മീനാണിത്. ഭയങ്കര വിലയായിരിക്കും. 2 കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അന്നല്ലേ? അല്ലെങ്കിൽ മണം ഉണ്ടാവും. 300 കൊടുത്താ നാരന്. നാരന് 300 കൊടുത്താണ്. ഇതൊക്കെ വിലയൊക്കെ പറഞ്ഞുതരാം. ഈ കവറേ നേരെ വേസ്റ്റ് ബോക്സിലേക്ക് പോട്ടാ. എന്നിട്ട് ചെമ്മീനല്ല അയില ഒന്ന് ഇതെന്താ വെട്ടി മേടിച്ചെങ്ങനെയാണ് നമുക്ക് അയില? അയില, ചെമ്മീൻ. അയില നമുക്ക് തിളപ്പിക്കാം. ഇപ്പൊ ചെമ്മീൻ എന്ത് ചെയ്യണം താര? ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ ഞാൻ ശരിയാക്കി തരുന്നതായിരിക്കും, ക്ലീൻ ചെയ്ത് തന്നെയായിരിക്കും. അപ്പൊ എന്റെ കൈ ഒന്ന് കഴുകിക്കോട്ടെ കേട്ടോ. അന്ന് ശരിക്കും വേറെ 2 സാധനം കൂടെ ഉണ്ട്. എല്ലാവരും കൂടി നമ്മള് മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ചെയ്ത് പിടിച്ചേ. ഇതേ ഫ്രൂട്ട്സ് ആണ് ഇത്. താഴെ വീഴരുത് കേട്ടാ. ഇതിന് പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളല്ല, പ്ലംസ്. പറഞ്ഞേ? പ്ലം. ഇത് കൊച്ചേട്ട ഇടക്കിടക്ക് മേടിക്കുമല്ലോ. കൊച്ചേട്ടൻ മേടിച്ച് വെച്ചിട്ടും കഴിക്കാവില്ല, ലാസ്റ്റ് കളയാൻ ചെയ്യും. ഇത് പേരക്ക ഇത്തിരി വാടിയതാ. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഇത് ഇങ്ങനെ കഴിക്കും അല്ലേ താരെ? അപ്പോൾ രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇത് മൊബൈലിലേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതൊക്കെ മേടിക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ഉണ്ടാവും ഇത്. അമ്മച്ചി ഇതൊക്കെ കഴിക്കണോട്ടാ? എനിക്കൊന്നും വേണ്ട. എന്താ കാര്യം? എനിക്കിഷ്ടമല്ല ഇത്. അമ്മച്ചിക്ക് ഇഷ്ടമുള്ള എന്താ? എനിക്കിഷ്ടമുള്ള ഇതല്ല, ഒന്നുമല്ല. അമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമാണ്. അമ്മച്ചി ഫ്രൂട്ട്സ് ഒന്നും കഴിക്കൂല. എല്ലാ ഫ്രൂട്ട്സും ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് അതിന് വേറെ മാതളാറിയൊക്കെ മേടിച്ചു കൊടുക്കും, ബ്ലഡ് ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ അമ്മച്ചി ഒന്നും കഴിക്കൂല കേട്ടോ. എത്ര ക്ലീൻ ചെയ്ത് മുറിച്ച് കൊടുത്താലും ഒരു വക കഴിക്കൂല. എന്നാലും ഒന്നും കഴിക്കണോട്ടാ. ഇളയ മകൻ മേടിച്ചിട്ടൊന്നല്ലേ? അപ്പൊ നമ്മളിത് ക്ലീനിങ് പരിപാടിയാണ് ഇനി. അപ്പൊ അമ്മച്ചി ഇത് അയില തിളപ്പിക്കും, ഞാൻ ഈ ചെമ്മീൻ റെഡിയാക്കും. അയില തിളപ്പിക്കണ താര തിളപ്പിക്കണം, താര കൂട്ടുള്ളൂ.
താര ക്യാമറ പിടിക്കാൻ നിൽക്കണല്ലേ, അവരെ എങ്ങനെ തിളപ്പിക്കും. ഇന്ന് നമുക്ക് ഈ താര അമ്മച്ചി വെച്ചാൽ അവരായില്ല. അപ്പോൾ അമ്മച്ചിയുടെ അയല തിളപ്പിച്ചതും ഫിനിഷ് ബാസ്റ്റിൻ്റെ ചെമ്മീൻ ടോസ്റ്റ് നീ വെച്ചാൽ ഞാൻ ക്ലീൻ ചെയ്ത് തരാം. അപ്പോൾ അതിലെ ചെമ്മീൻ പൊളിച്ചെടുക്കണം. ചെമ്മീൻ ഞാൻ പൊളിച്ചു തരാമല്ല. എങ്ങനെ പൊളിക്കണത് പറഞ്ഞു. തല അരിഞ്ഞെടുക്കണം. എങ്ങനെയാണ്? നീ ഇങ്ങോട്ട് മാറി. അമ്മച്ചിനെ ഒന്ന് പിടിച്ചോ. നീ ഇങ്ങോട്ട് മാറുന്നൊക്കെ പറഞ്ഞ അമ്മച്ചി കയറിയിട്ടുണ്ട്. പിന്നല്ലാതെ താരം എത്തി. താരം ക്യാമറ കൈമാറി. എവിടെ നീ ചെയ്താ മതി. അമ്മച്ചി ഒന്നും ചെയ്ത് കാണിച്ചാ. വെള്ളം കൊണ്ട് ഓഫാക്ക്. ഒരെണ്ണം ചെയ്ത് കാണിച്ചു. അപ്പം അതുപോലെ ഞാൻ ചെയ്യാം. തല കളയരുത് കേട്ടോ, തല വെട്ടിയാൽ മതി. അതിനാണ് കാണിച്ചു തരാൻ പോയി. ചെമ്മീൻ എങ്ങനെയുണ്ട് താര? വലിയ ചെമ്മീൻ ഇഷ്ടമായാ? ഇഷ്ടമായാ? ഈ നാരൻ ചെമ്മീൻ ഇഷ്ടപ്പെടാത്ത ആരുണ്ട്? എന്ത് മേടിക്കണം? വില പറഞ്ഞില്ലല്ലോ ചെമ്മീൻ്റെ. ഞാൻ 300 പറഞ്ഞു. അര കിലോ 250. അപ്പം എല്ലാ മാർക്കറ്റിലും ഉണ്ട് ഈ ചെമ്മീൻ. എങ്ങനെ ഇങ്ങനെ പൊളിക്കണ? അമ്മച്ചക്ക് സിമ്പിളായിട്ട് പൊളിച്ചെടുക്കണ. തൊലി പൊളിച്ചോളാണോ ആദ്യം? തൊലി പൊളിച്ചോളാം. എത്ര ഉള്ള പരിപാടി? അത്രേ ഉള്ളു. ഏത് സാധനം? അതൊക്കെ വിട്ടു. തല ഫുള്ള് കളയണ്ട കേട്ടോ. ഇത്തിരി വെച്ചേക്ക് തല. പാല് വേണ്ട. പിന്നെ നടുക്കേ ഒരു സാധനം ഉണ്ടാവും, അതെടുത്ത് കളയണം. ഇനി കഴുകി കഴിയുമ്പോൾ തൊണ്ട് കളഞ്ഞാൽ മതി കേട്ടോ. അതിങ്ങനെ നടുക്കൊരു വരയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത സാധനം ഉണ്ടാവും. കത്തി എടുത്ത് കൊടുത്ത് കത്തി ചോദിച്ചു പറ്റൂല്ലോ അമ്മച്ചത്. വല്ലവന് പുല്ലുവായതെന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്നാ കത്തി എന്നാ. ഇതിങ്ങനെ താരം കണ്ടുപിടിച്ചോ? ഇതില്ല താരം. താരം കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് പണി പഠിച്ചത്. അതല്ല ഇപ്പം എടുത്ത് കളഞ്ഞ സാധനം കണ്ട. അത് കണ്ട ഈ സാധനം വലിച്ചു കളയണം. ചില ആൾക്കാരെ കളയാതായിക്കോട്ടെ. ഞങ്ങൾ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് കഴിക്കാറുള്ളൂ. സംഭവം സെറ്റായി. ഇനി ഞാൻ ശരിയായിക്കോളാം അമ്മച്ചി. ഞാൻ പഠിച്ചു. അപ്പം അമ്മച്ചി അയില തിളപ്പിക്കാനുള്ള പരിപാടി ആയിട്ട് എല്ലാ സാധനം വെട്ടി വെക്കണേണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതല്ല കാണിച്ചേ. അങ്ങനെ അവിടെ വരില്ല, ഇവിടെ വാ. ഒന്നുകൂടെ എടുക്കാം നമുക്ക് അവിടെ തന്നെ. അപ്പം അമ്മച്ചി അയില തിളപ്പിക്കുന്ന പരിപാടി നോക്കണേണ്ട. അമ്മച്ചി സാധനങ്ങളൊക്കെ വെട്ടി വെക്കണേണ്. അപ്പം ഞാൻ ഇതണ്ട പറഞ്ഞ പോലെ തന്നെ ചെമ്മീൻ തൊണ്ട് കളയണം. ഞാൻ തൊണ്ട് കളയണം. അഞ്ചര ഇതെന്താ അല്ല വലിയ ചെമ്മീനാണ്. തൊണ്ടൊക്കെ പൊളിച്ചുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലേ അമ്മച്ചി? തൊണ്ട് പൊളിച്ചാലുണ്ട്. തല പൊളിച്ച് കളയണ്ട കളഞ്ഞിട്ട് എന്താ സിമ്പിൾ പരിപാടിയാണ് ഈ സാധനം. ഇത് കൈ കൊണ്ട് ഇങ്ങനെ. ഇത് വലിയ തൊണ്ടാണ് ഇതിൻ്റെ. എന്താ ഭയങ്കര വിലയാണ് ചെമ്മത്തിന്. ഭയങ്കര വിലയായിരിക്കും. ഇപ്പം ഇത്തിരി എല്ലാവർക്കും ഈ ചെമ്മീൻ കിട്ടി. ട്രോളിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേ അതുകൊണ്ട് ഈ കൈ കൊണ്ട് തന്നെ ഇതുണ്ട്. ഇതിൻ്റെ കാലൊക്കെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിച്ചിക്കളയാം. എന്താ ചെമ്മിനെ കയറ്റിപ്പോലെ. എന്നിട്ട് ഇതുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു കുടലുണ്ടാവും. ഇതെന്താ ഇങ്ങനെ നമ്മൾ എടുക്കുക. ആണാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഞാനിപ്പോൾ കുറേ എണ്ണം പൊളിച്ചപ്പോൾ ചിലതിന് ചെറുതായിട്ടുള്ളത്. വേണ്ട സൈഡിലൊരു സാധനം ഇരിക്കുന്നുണ്ട. അല്ലേ കയ്യിൽ വന്നിക്കണണ്ട. ഇതാണ് പെണ്ണ് ചെമ്മീനാണെങ്കിൽ ഇത്തിരി കൂടി കൂടുതലുണ്ടാവും. പിന്നെ ഇതിൻ്റെ തലഭാഗത്ത് ഒരു അഴുക്കുണ്ട്. അതാണ് തലഭാഗത്ത്. ഇതിൻ്റെ കളിയാണ് ഇതിൻ്റെ.
വേണ്ട, ഇത്രേ ഉള്ളൂ. ഇത്രയൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി ഇതുണ്ട്, ഒരുപാട് ചെമ്മീനുണ്ട്. അരക്കിലോ വെച്ചിട്ട് കുറേ ഉണ്ട്. നോക്കിയേ, ചറിങ്ങിട്ട് കാണിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്യാനുള്ള എന്താ, ഒരു 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്ത് അരക്ക് കൊടുക്കും. ഈ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൂലേ? അമ്മച്ചി അയില തിളപ്പിക്കാനുള്ള പരിപാടിയാണ്. തക്കാളിയൊക്കെ വെട്ടണേ അമ്മച്ചി അല്ലേ അമ്മച്ചി? അപ്പോൾ നമ്മൾ വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം കാണിക്കണമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ബോറടിക്കും ആൾക്കാർക്ക്. ഇത് വേണ്ട ചെമ്മീൻ, ഇത്രയും ചെമ്മീനുണ്ട് ക്ലീൻ ചെയ്യുന്നപ്പോൾ. വേസ്റ്റ് ഇതിലും കൂടുതലാണ്. നോക്കിയേ, ചെമ്മീൻ്റെ വേസ്റ്റ് നോക്കിയേ, അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് അമ്മച്ചി കറി? ആവോ? ഇപ്പം ആവോ? ആവോ? താരക്കൂടെ അടുപ്പ് വെറുതെ കിടക്കല്ലേ? താരക്കടപ്പ് വെറുതെ കിടക്കണേ. അപ്പം നീ താരയുടെ ഡ്യൂട്ടിയാ. അമ്മച്ചി അയില വെച്ചിട്ടിരിക്കണേ. എന്താ താര കറിക്കോ, ഒന്നുകൂടി കഴി തരാ. അപ്പൊ ഗ്രൂപ്പായിട്ടുള്ള കുക്കിംഗ് ആണ്ടാ. അപ്പൊ താര എന്താ ചെയ്യുന്നത് നോക്കല്ല. ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇതിൽ കുറച്ച് മസാല പുരട്ടി വെക്കും കേട്ടോ. അപ്പോൾ നേരത്തെ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലയും കൂടി ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ? മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മുളക് പൊടി. ചേട്ടന് കുറച്ച് എരിവ് വേണമെന്നല്ലേ പറഞ്ഞത്? അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇല്ലേ, അത് കുറച്ചിടാം കേട്ടോ. കുറച്ചെന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് അളവൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമുള്ള അളവ്. ഓക്കെ, ഇത് പിടിക്കാൻ എനിക്ക് പേടി വരുന്നുണ്ട് കണ്ടിട്ട്. കുരുമുളക് പൊടി ഇടാം, വേണമെങ്കിൽ ഇടാം. ആ, നിക്കാൻ സ്പേസ് ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ്, ഇതെന്ത് ചേട്ടാ വലുതാണല്ലോ, കണ്ടിട്ട് എനിക്ക് പേടി. ആ, കുറച്ചിട്ടാ മതി കേട്ടോ. ആ, കുരുമുളക് പൊടി. ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. കൈയിട്ടിളക്കാൻ. അതെ, എന്തോ പോലെ. അതെ, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. താര സ്റ്റൈൽ എന്ന് പറയാം. കാരണം പലരും പല സ്റ്റൈലല്ലേ ഉണ്ടാക്കണേ. അപ്പൊ ഇത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ആക്കും. എന്നിട്ടാ വെക്കുന്നേ. അങ്ങനെയല്ലേ വെക്കുന്നേ? ഞാനങ്ങനെ കണ്ടിട്ടാ വെക്കുന്നേ. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് വെക്കാം. അമ്മച്ചിയുടെ ഈ ഒരു പാനിനകത്ത് ഇത് വെക്കാൻ പറ്റുമോ? കൈയൊന്ന് കഴിക്കോട്ടെ. നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് പതുക്കെ തുടങ്ങാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഫാനല്ല, പാൻ. ആ, ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ ചൂടായിട്ടില്ല. ഇങ്ങനെ ചൂടായിട്ട് വരുമ്പം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഞാൻ മുടി അഴിച്ചിട്ടത് നനഞ്ഞതാണ്ട. ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? നമുക്ക് പതുക്കെ ഇട്ടാലോ? അപ്പം ഇടാൻ പോവാണേ. ഇതിങ്ങനെ ഫ്രൈ ആക്കാം നമുക്ക് ആദ്യം. അയ്യോ, സൗണ്ട് കേൾക്കുന്നില്ല. ചൂടായില്ല.
കുറച്ച് നമുക്കിങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം, എന്നാലും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ പറയാം. ആ നമുക്ക് സൈഡാണ് ഇല്ലാത്തത്. ഓക്കെ, ഇടും പതുക്കെ ഇടണം കേട്ടോ ചേട്ടാ. ആ പതുക്കെ പതുക്കെ പതുക്കെ, എണ്ണ തെറിക്കരുതേ. സ്പീഡ് വേണ്ട, കാരണം എൻ്റെ ദേഹത്ത് ആദ്യം ചെറുതായിട്ട് പകുതി ഒന്ന് ഫ്രൈ ആവണം. ആ ഇങ്ങനത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാ ഉണ്ടാക്കാറ്. ആ റോസ്റ്റ് ആണ് വെക്കുന്നത്. മുളക് പൊടി വെക്കത്തേ ഉണ്ടാവില്ലേ? ഇത് വലിയ ചെമ്മീനായതുകൊണ്ട് നോക്കാം. ഇനിയിപ്പോ വേണ്ട, മച്ച ഓൾറെഡി ഇട്ടു. ചില്ലിയായിട്ട് പക്ഷേ ചില്ലി പൊടിയല്ല. ചേട്ടാ പ്ലേറ്റ് പൊക്കത്തിൽ വെച്ചങ്ങനെ മുളക് പൊടി ഇട്ടില്ല, കയ്പായി പോകും കേട്ടാ. ഇല്ല വേണ്ട. കുറച്ച് കറിവേപ്പില ഇടുക കേട്ടോ, കുറച്ച് ഇടുന്നുള്ളൂ. മണം വരുന്നുണ്ടല്ലോ, മണമൊക്കെ വരുന്നുണ്ടല്ലേ. അമ്മച്ചി കലാപരമായിട്ടാണ് ചെയ്യണം. പയ്യെ 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 ഗ്രേവിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അമ്മച്ചി വെള്ളമൊക്കെ ഒഴിക്കുള്ളൂ. എണ്ണ ചെയ്യുന്നതല്ല. അമ്മച്ചിയുടെ ഭാഗത്ത് ഞാനാണെങ്കിലാ ഇപ്പൊ എപ്പോഴും മീൻകറി ടേസ്റ്റ് ഉണ്ടാവില്ല. ചേട്ടൻ പെട്ടെന്ന് ഒഴിക്കും, എന്നിട്ട് വെന്തോ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അമ്മച്ചിക്ക് ഇപ്പൊ പ്രശ്നം മുളക് പൊടി കൊള്ളൂലെന്ന് പറഞ്ഞാ. എവിടെ നിന്ന് മേടിച്ചു മുളക് പൊടി? മുളക് പൊടിയാ, പിരിയൻ മുളക് പൊടി കേട്ടോ. കുന്നത്തൂർ മുളക് പൊടി കൊള്ളിയല. കുന്നത്തൂരോ? നിങ്ങളുടെ ഞങ്ങളുടെ സ്ഥലമുണ്ട് കുന്നത്തൂര്. ഇത് വേറെ കുന്നത്തൂര് വേണം തോന്നുന്നു. അയ്യടാ, ഞങ്ങളുടെ നാട് സൂപ്പറാ. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ്. പക്ഷേ ബക്കറ്റിന്റെ മുളക് പൊടി എടുത്തില്ലെങ്കിൽ കയ്പായി പോകും. ഗ്രൂപ്പ് കുക്കിംഗ് അല്ലേ, അമ്മച്ചി പെട്ടിലും താരപ്പെട്ടിലും. ഇങ്ങനെയുണ്ട് ആശയം. അടിപൊളി ആശയം. തുടങ്ങാം ഹോട്ടല്. സമയമായിട്ടില്ല. കുറച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാട്ടോ. ഞാൻ പതുക്കെ മറിച്ചിടുവാണേ. ഫ്ലെയിം കുറച്ചിടാവും. പാൻ ആയതുകൊണ്ട് നമ്മൾ അടുക്കി പിടിക്കത്തില്ല. ചേട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ മുളക് പൊടി കുറച്ചത് കേട്ടോ. ഇതിൽ വലിയ ചെമ്മീനായതുകൊണ്ട് വേറെന്താ പോലെ തോന്നിക്കും. കാണിച്ചതാണ്. പിന്നെന്താ വേറെ വിശേഷങ്ങള്? ഓണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഓണത്തിന് മുമ്പ് വരും. ഓണത്തിന് പരിപാടികളുണ്ടേ. ഓണത്തിന് മുമ്പാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. മമ്മി പപ്പയൊക്കെ വരൂലേ? വരും പറഞ്ഞിട്ടുണ്ട്. പൊന്നുസും വരും. പിന്നെ ആരൊക്കെ വരുമെന്ന് കൺഫേം ആയിട്ടില്ല. അടിച്ചു പൊളിക്കാം. കല്യാണോ? അമ്മച്ചിയുടെ ഐഡിയ ഇടല്ലോ കേട്ടാ. നിങ്ങൾ എന്താ മീൻ നടുക്കൂടെ കട്ട് ചെയ്യാത്ത എന്താ? ഞങ്ങൾക്ക് മുഴുവനായിട്ട് വേണം. മുഴുവനായിട്ടാണ് ഇഷ്ടം. മുഴുവൻ താഴെ മുഴുവൻ താഴെ. കൂലി രാത്രി കൊണ്ടുവരും. മലക്കാർക്കിട ചൂണ്ടിട്ടുണ്ട്. കൂലി കൊണ്ടുവരും. നേരത്തെ എന്നിട്ട് ആ വെള്ളം ഉണ്ടാവില്ല മഴയത്ത്.
അവിടെ കുത്തിയിരുന്ന് ശരിയാക്കും. മുട്ടക്കൂരി ഇപ്പം സമയമാണ് മുട്ടക്കൂരിടാ. ചിലപ്പോൾ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു അല്ലേ? നടുക്കൂട് വരഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം വേണം. ഇത് എനിക്ക് ചെറിയ ചെമ്മീനാ ഇഷ്ടം. ചാറ് പിടിപ്പിക്കാൻ പറ്റി, ഒരു അയിലേക്ക് ചാറ് പിടിക്കാനുണ്ട്. ഈ ചെറിയ അയില ചാറ് വെള്ളം ഒഴിക്കോട്ടെ നമുക്ക്. ഇതിപ്പോൾ ഒന്ന് ഗ്രേവി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടാണ്. ആയിട്ടില്ല. അയില തിളച്ച് വരുമ്പോൾ റെഡി ആവും കേട്ടോ. ഇത് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഓക്കെ, ഫ്രൈ ആയ ചെമ്മീൻ ഏകദേശം അത്ര ഫ്രൈ ആയാൽ മതി. അപ്പൊ ഇങ്ങനെ ചട്ടി ചൂടായിട്ട് വരുമ്പം കുറച്ച് കടുകിടാം. അഞ്ചര അയില ഇതാണ് ചാറ് സെറ്റാ. വെന്തണ്ടി ഇങ്ങനെ ചൂടായിട്ട് ഇടാവും. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പുറത്ത് ഇങ്ങനെ ഏകദേശം പകുതി ആയിട്ടുണ്ട്. വേവിക്കണമല്ലേ? ഓക്കെ, അപ്പം അത് ചൂടായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ചൂടായിട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ ചൂടാകട്ടെ? ചൂടാവോ? ചൂടായ ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക്. എന്താ മസാലയാണോ? നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ ചൂടാവാൻ കുറച്ച് എണ്ണ ചൂടായി. അപ്പം നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും വേഗം പൊട്ട്. എനിക്ക് ക്ഷമയില്ല. പൊട്ട് എന്തേ സ്പൂൺ ഇവിടെ വെച്ച് കഴിക്കാനുണ്ടായിരുന്നു. അപ്പം ഇതിന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേട്ടോ. അതിടാട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇടാം. അതിങ്ങനെ ഒരുപാട് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. എല്ലാം ചതച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചതച്ച് വെച്ചതിടാം കേട്ടോ. അപ്പോൾ ആദ്യം പച്ചമുളക് ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചുവന്നുള്ളി ചതച്ചിടാം കേട്ടോ. ചുവന്നുള്ളി, ചെറിയ ഉള്ളി എന്ന് പറയും. ചെറിയ ഉള്ളി ചതച്ചിട്ട് ഇങ്ങനെ ഇടാം. എന്നിട്ട് ഇന്ന് ഇളക്കി കൊടുക്കാം. അതിനെ തുറന്ന് നോക്കിയേ, ചായ നോക്കിയേ, അതിലെന്താ ആയ നോക്കിയേ. കടത്തുണിയൊന്നും വേണ്ട, മാജിക് കാണിക്കുന്ന. ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. തിളപ്പിക്കൽ എന്ന് പറയുമ്പോഴേ ചാറിന് കട്ടിയുണ്ടാവില്ല കേട്ടോ. ആൾക്കാരൊക്കെ പറയുന്നത് ചാറിന് കട്ടിയില്ലാത്തതെന്ന് പറയും. ഇതാണ് തിളപ്പിക്കൽ. ഈ ചാറ് ഭയങ്കര ടേസ്റ്റാണ്. മുളക് കൊള്ളൂല, അമ്മച്ച അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഭാഗം എന്തായി? ഇപ്പം എൻ്റേത് ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതിയേ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇടാം കേട്ടോ. പൊടികൾ ഞാൻ ഇടാൻ പോകുന്നത് ഗരം മസാല, തീ ഒന്ന് കുറയ്ക്കാം. ഗരം മസാല, മുളക് പൊടി, കാശ്മീരിയാണ്. അതെ അതെ, നിങ്ങളുടെ അളവ് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി കുറഞ്ഞു കിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അവസാനം ഞാൻ വെക്കുമല്ലോ. ഇപ്പം ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം മതി. നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം.
പോരെ? അത് മതി, ഇളക്കിക്കോ. പുറത്ത് നല്ല മഴയുണ്ടാ? എല്ലായിടത്തും മഴയാണ്, ഞങ്ങളവിടെയും മഴയുണ്ട്. ഞാൻ അങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ, ഈ ചെമ്മീൻ റോസ്റ്റ് ഒന്നും അങ്ങനെ വെക്കാറൊന്നുമില്ല. പിന്നെ അറിയാവുന്ന പോലൊക്കെയാണ്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണത്. ഹോസ്റ്റലുള്ളപ്പം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2ാമത്തെ തവണയാണ് ചെമ്മീൻ വെക്കുന്നത് കേട്ടോ. ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പുണ്ട്. ഉണ്ടോ? ചെമ്മീൻ ഇട്ടിട്ട് ഒന്നുകൂടി നോക്കണം. അവിടെ കൂടിയോന്നൊരു സംശയം. അപ്പൊ അമ്മച്ചിയുടെ അയിലക്കറി. വാവ്, തിളച്ചിട്ട് ചെമ്മീൻ ഇടാം അല്ലേ? ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇടാൻ പോവാണേ. ഇട്ടോളൂ, ചരിച്ചു വെച്ചിട്ടോ, കുഴപ്പമില്ല. കളഞ്ഞാലോ. അതിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ആ എണ്ണയും കൂടി കൂട്ടത്തിൽ. ശരിയാണ്, ഫ്രൈ ചെയ്തപ്പോ ഒരു പ്രത്യേക വാസനയുണ്ട്, മണം അല്ലേ? മണം. അപ്പൊ ആ എണ്ണയും കൂടി ഇടാവാണേ. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. കഴിഞ്ഞ പരിപാടി. സിമ്പിൾ. വറ്റിച്ചെടുക്കണ്ടേ? ഇത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി, കുറച്ച് വറ്റിച്ചെടുത്താൽ മതി, നമ്മുടെ ആവശ്യാനുസരണം. അമ്മച്ചിയുടെയും താരയുടെയും സ്പെഷ്യലാണ് ഈ കാണുന്നത്. മണം വരുന്നുണ്ടോ ചേട്ടാ? മണമുണ്ട്, പിന്നെ പെട്ടെന്ന് ചോദിക്കണം എനിക്ക്. തീ ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിക്കാല്ലേ ചോറ്? കഴിക്കാം. അമ്മച്ചി കഴിച്ചതാണ് കേട്ടാ, നേരത്തെ കഴിച്ച അമ്മച്ചി. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യല്. കണ്ട സൂപ്പർ. രണ്ടെണ്ണം ഉണ്ടാക്കിയല്ലേ ഗ്രേവി. ഇനി നമ്മുടെ അമ്മച്ചി സ്പെഷ്യൽ 2 ചെമ്പ് അല്ലേ? ഞാനിത് 2 ചെമ്പിലിട്ട. പിന്നെ പാവക്ക. എന്താണ് പാവയ്ക്ക? കുറച്ച് പോരെ? കുറച്ച് മതി. ഞാനും കുറച്ച് പാവക്ക ഇടുന്നു. ഞാൻ ചെമ്മിട്ടില്ലല്ലോ, ഒരു ചെമ്മീൻ മതി. പപ്പടം. 2 ഇട്ടൂടെ? 1 മതി. ഒരു പപ്പടം എനിക്ക്. നമ്മുടെ ഹൈലൈറ്റ് സാധനം എന്താണ്? അയില. മത്തിയല്ല, അയില. വേണ്ട, പെടക്കണ അയില. അയിലത്തല ആരും കൊടുക്കാൻ പാടില്ല, അളിയനും കൊടുക്കാൻ പാടില്ല അല്ലേ? എന്താ അങ്ങനെ പറയണ? ഇപ്പം നമ്മുടെ ഏകദേശം എല്ലാം സെറ്റാണ്. അപ്പം കഴിച്ചു തുടങ്ങിക്കോ താര. അങ്ങനെ ചെമ്മീൻ സ്വന്തമായിട്ട് വെച്ചത് ഒന്ന് കടിച്ചു നോക്കിയേ. ചൂടുണ്ടല്ലേ? ഇതുണ്ട്, മുഴുവനായിട്ട് വെക്കണത് ഇങ്ങനെ കഴിക്കുന്നത്. ഓക്കെ, വേണ്ട, പൊളിച്ചെടുക്കും. കൊള്ളാം ജി, എന്നിട്ട് അതിൽ കളിപ്പിച്ച് കൊള്ളാം. അപ്പം അങ്ങോട്ട് പറഞ്ഞുവിടാം. അടുത്തൊരു വീഡിയോ ആയിട്ട്